നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബാലമഹാഭാരതത്തിലെ ഒന്നാമത്തെ പാഠമായ ദേവവ്രത ആണ്. ദേവവ്രത. ഗംഗ ഏക സുന്ദർ യുവതി കാ രൂപ ധാരൺ കിയെ നദി കെ തട പർ ഖടി. ഗംഗ ഒരു സുന്ദരിയായ യുവതിയുടെ രൂപത്തില് ഗംഗാ നദീതീരത്ത് നിൽക്കുകയായിരുന്നു. ഉൻകെ സൗന്ദര്യ और നവയൗവൻ ने രാജാ ശന്തനു को മോഹ लिया था. അവളുടെ സൗന്ദര്യവും നവയൗവനവും രാജാ ശന്തനുവിനെ മോഹിപ്പിച്ചു. ഗംഗ ബോലി. ഗംഗ പറഞ്ഞു, രാജൻ, ആപ്കി പത്നി ഹോന മുझे സ്വീകാർ ഹെ. താങ്കളുടെ പത്നിയാകുന്നത് എനിക്കും സ്വീകാര്യമാണ്. പർ എന്നാൽ, മുझे ഉസ്സെ പഹലെ ഇതിനു മുമ്പ്, ആപ്കോ മേരി ശർത്തെ മാന്യ ഹോഗി. എനിക്ക് കുറേ വ്യവസ്ഥകളുണ്ട്, ആ വ്യവസ്ഥകളൊക്കെ അങ്ങ് അംഗീകരിക്കണം. ക്യാ മാനോഗെ? രാജാനെ കഹ. അവശ്യ, തീർച്ചയായും. രാജാ പറഞ്ഞു, തീർച്ചയായും നിന്റെ വ്യവസ്ഥകളൊക്കെ ഞാൻ അംഗീകരിക്കാം. രാജാ ശന്തനുവിനെ ഗംഗാക്കി സാരി ശർത്തെ മാലി. രാജാ ശന്തനു ഗംഗയുടെ എല്ലാ വ്യവസ്ഥകളും സ്വീകരിച്ചു. അവർ വചൻ ദിയാക്കി വഹ ഉസ്കാ പൂർണ്ണ രൂപസെ പാലൻ കരെങ്കി. അത് പൂർണ്ണ രൂപത്തിൽ പാലിക്കാമെന്നും വാക്കുകൊടുത്തു. സമയ പാക്കർ ഗംഗാസെ ശന്തനുക്കെ കൈ തേജസ്വി പുത്ര ഹുയെ. ശന്തനുവിന് ഗംഗയിൽ നിന്നും കൈ തേജസ്വി പുത്ര, തേജസ്വികളായ പുത്രന്മാരുണ്ടായി. പരന്തു ഗംഗാനെ ഉൻകോ ജീനെ നഹീം ദിയ. എന്നാൽ ഗംഗ അവരെ ജീവിക്കാൻ അനുവദിച്ചില്ല. ബച്ചേക്കോ പൈദാ ഹോത്തെ ഹി, കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഉസേ നദിക്ക് ബഹത്തി ഹുയി ധാരാമേ ഫേങ്ക് ദേത്തി തി. അതിനെ നദിയിലെ ഒഴുകുന്ന നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഫേങ്ക് ദേത്തി എന്ന് വെച്ചാൽ എറിയുക. ഔർ ഫിർ എന്നിട്ട് ഹസ്തി മുസ്കുരാത്തി രാജാ ശന്തനുക്കെ മഹൾ ആ ജാത്തി തി. എന്നിട്ട് സന്തോഷത്തോടെ തിരിച്ചു. അപ്പം കുഞ്ഞുങ്ങളുണ്ടാകും. അതിനെ നദിയിലെ ആ ഒഴുക്കിൽ കൊണ്ട് കളയും. എന്നിട്ട് തിരിച്ചു വരും. സന്തോഷത്തോടെയാണ് തിരിച്ചു വരുന്നത്. അജ്ഞാത സുന്ദരിക്ക് ഇസ് വ്യവഹാർ സെ രാജാ ശന്തനു ചകിത രഹിജാത്തെ. അജ്ഞാത സുന്ദരി എന്നെന്താണ് പറയുന്നത്? ഇപ്പോൾ ഒരു ദിവസം രാജാവ് നടക്കാനിങ്ങനെ നടന്നു പോയപ്പോൾ ആ ഗംഗയുടെ തീരത്തിൽ നിൽക്കുന്ന യുവതിയെ കണ്ട് ആ യുവതിയുടെ സൗന്ദര്യം കൊണ്ടുവന്ന പെൺകുട്ടിയാണിത്. അപ്പോൾ അവൾ എവിടെ നിന്നാണോ, അവളുടെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, വീട് ഏതാണ്, എവിടെ ജീവിക്കുന്നു എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അജ്ഞാത സുന്ദരി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ അജ്ഞാത സുന്ദരിയുടെ ഈ വ്യവഹാരസ്യ, ഈ പെരുമാറ്റത്തിൽ രാജാ ശന്തനെ ചകിത രഹിജാത്തെ, ആശ്ചര്യപ്പെട്ടുപോയി. ഇവരെന്താണ് ചെയ്യുന്നത്? ഉൻകെ ആശ്ചര്യ അവർ ശോഭക്ക പാരാവാർന രഹത്ത. അദ്ദേഹത്തിൻ്റെ ആശ്ചര്യത്തിനും ശോഭത്തിനും പാരാവാർ എന്ന് വെച്ചാൽ അതിരുകളില്ലായിരുന്നു. ഭയങ്കര ദേഷ്യം. പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റത്തില്ലേ. ശന്തനു വചൻ തേച്ചുക. എന്തുകൊണ്ടാണ്? ശന്തനു വാക്ക് കൊടുത്തു കഴിഞ്ഞിരുന്നു. ഈസ്കാരൻ, അതുകൊണ്ട് മൻ മസോസ്കർ രഹിജാത്തെ, എല്ലാം മനസ്സിലൊതുക്കി ഉള്ളിലൊതുക്കി അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു. എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ജീവിച്ചു. അങ്ങനെ 7 കുഞ്ഞുങ്ങളെ അവൾ കൊന്നു. സാത്ത് ബച്ചോങ്കോ ഗംഗാനെ ഇസി ഭാന്തി എന്ന് വെച്ചാൽ ഇതേപോലെ ഇസി ഭാന്തി നദിക്ക് ധാരാമേ ബഹാദി. അങ്ങനെ 7 കുഞ്ഞുങ്ങളെ ഇതേപോലെ നദിയിലൊഴുക്കി. ആട്ടുവാൻ ബച്ച പൈതാക്കുക, 8ാമത്തെ കുഞ്ഞ് പിറന്നു. ഗംഗ ഇസേ ഭി ലേക്കർ നദിക്ക് തരഫ് ജാനേ ലഗി. ഇതിനെ ഇവിടുത്തെ നദിയിലേക്ക് പോകാൻ തുടങ്ങി. ശന്തനു നേന രഹ, പക്ഷേ ശന്തനു മഹാരാജാവ് സമ്മതിച്ചില്ല. ശന്തനു സേ നാ രഹ ഗയ ബോലെ മാം ഹോക്കർ അപ്പനെ നാദാൻ ബച്ചോങ്കോ അകാർഹി ക്യോ മാർ ദിയ. നീ ഒരു അമ്മയല്ലേ, നീ അമ്മയായിട്ട് ഈ നാദാൻ ബച്ചോങ്കോ നിഷ്കളങ്കരായ ഈ കുഞ്ഞുങ്ങളെ അകാരണഹി കാരണമില്ലാതെ ക്യോ മാർ ദിയ, എന്തിനാണ് നീ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊല്ലുന്നത്? മാർ ദിയ കർത്തി ഹോ യഹ ഗൃണിത വ്യവഹാർ തുമേ ശോഭ നഹി ദേത്ത. ഈ വൃഘണിതമായ ഈ വ്യവഹാർ, ഈ പെരുമാറ്റം നിനക്ക് യോജിച്ചതല്ല. രാജാക്ക് ബാത്ത് സുൻകർ ഗംഗ മനഹിമൻ മുസ്കുരായി. രാജാവ് പറയുന്നത് കേട്ട് ഗംഗ മനസ്സിൽ പുഞ്ചിരിച്ചു. പരന്തു ക്രോധക്ക അഭിനയ കർത്തി ഹുയി ബോലി.
ക്രോധം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. രാജൻ, ക്യാ ആപ് അപ്പനാ വചൻ ഭൂൽ ഗയേ ഹേ? താങ്കൾ താങ്കളുടെ വാക്ക് മറന്നുപോയല്ലോ. മാലൂ ഹോത്താ ഹേ കി ആപ്കോ പുത്രസേ ഹി മതലബ് ഹേ മുജ്സേ നഹി. പറയുന്നത് കേട്ടാൽ തോന്നും താങ്കൾക്ക് താങ്കളുടെ മകനോടാണ് താല്പര്യം, എന്നോടല്ല. ആപ്കോ മേരി ക്യാ പർവാഹ് ഹേ? ടീ ഹേ? താങ്കൾക്ക് എന്നെപ്പറ്റി എന്താണ് ചിന്തയുള്ളത്? പർ ഷർത്ത് കി അനുസാർ, എന്നാൽ ഷർത്ത് അനുസരിച്ച്, വ്യവസ്ഥ അനുസരിച്ച് മേം അബ് നഹീം ടഹർ സക്തി, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഹാം, ആപ്കെ ഈസ് പുത്രക്കോ മേം നദി മേ നഹീം ഫേങ്കൂങ്കി. താങ്കളുടെ ഈ പുത്രനെ ഞാൻ നദിയിൽ എറിയുകയില്ല. ഈ അന്തിമ ബാലകോ മേം കുച്ചുദിൻ പാലൂങ്കി. ഈ അവസാനത്തെ ബാലകനെ ഞാൻ കുറച്ച് ദിവസം വളർത്തും. ഫിർ പുരസ്കാർ കെ രൂപമേം ആപ്കോ സാമ്പുദൂങ്കി. പിന്നെ ഒരു പുരസ്കാരം എന്ന രൂപത്തിൽ ഒരു സമ്മാനമായി തിരിച്ചു തരും. സൗംപന എന്ന് വെച്ചാൽ ഏൽപ്പിക്കുക, താങ്കളെ ഏൽപ്പിക്കാം. ഏക ആൾക്കാർ ഗംഗ ബച്ചേക്കോ സാത്തിലേക്കർ ചലിയുകയും. ഇത് പറഞ്ഞിട്ട് ഗംഗ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി. യഹി ബച്ച ആകെ ചൽക്കർ ഭീഷ്മ പിതാമഹ് കെ നാം സേ വിഖ്യാത ഹുവ. ഈ കുട്ടിയാണ് പിന്നീട് ഭീഷ്മ പിതാമഹൻ എന്ന പേരിൽ വിഖ്യാതനായത്. ഗംഗാ കെ ചലേ ജാനേ സേ രാജാ ശന്തനു കാ മൻ വിരക്ത ഹോ ഗയ. ഗംഗ പോയതിനു ശേഷം രാജാ ശന്തനുവിന്റെ മനസ്സ് വിരക്തി ഉണ്ടായി. ഉനോനെ ഭോഗവിലാസെ ജി ഹഡാലിയ. ഭോഗവിലാസമെല്ലാം ഉപേക്ഷിച്ചു. രാജകാജുമേ മല്ലഗാനെ ലഗെ. രാജകാര്യങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഏക് ദിൻ രാജ ശിക്കാർ ഖേൽത്തെ ഖേൽത്തെ ഗംഗാക്കെ തടപ്പർ ചലേകെ. ഒരു ദിവസം രാജാവ് വേട്ടയാടി ഗംഗാ തീരത്തെത്തി. തോ ദേക്ക, അപ്പോൾ അവിടെ കണ്ടതെന്താണ്? കിനാരെ പർ ഖട, ഗംഗാ നദിയുടെ തീരത്ത്, ഏക് സുന്ദർ ഔർ ഗഡീല യുവക്, ഒരു സുന്ദരനായ, ഒരു ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ, ഗംഗാക്കി ബഹത്തി ഹുയി ധാരാപ്പർ, ഗംഗയുടെ ഒഴുകുന്ന വെള്ളത്തിലേക്ക്, ധാരയിലേക്ക് ബാണ ചലാരഹാത, ഗംഗയിലേക്ക് ഇങ്ങനെ ബാണം എയ്തുകൊണ്ട് നിൽക്കുന്നു. ബാണോങ്കി ബൗച്ചാർ സേ, ഈ ബാണത്തിൻ്റെ ഈ പെയ്ത്ത് കാരണം ഗംഗാക്കി പ്രചണ്ഡ ധാര ഏകദം രുക്കുകയും, ഗംഗയുടെ ആ പ്രചണ്ഡമായ ധാര നിൽക്കുന്നു. യഹ് ദൃശ്യ ദേഖകർ ശന്തനു ദങ്ക് രേഖയെ. ഈ ദൃശ്യം കണ്ട് ശന്തനു അത്ഭുതപ്പെട്ടു. അപ്പോൾ ഗംഗാനദി ഇങ്ങനെ സ്പീഡിൽ ഒഴുകിപ്പോകുന്ന, പക്ഷെ ഈ കുട്ടി അവിടെ നിന്ന് അതിലേക്ക് ബാണം എയ്ത് അതിൻ്റെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തി. ഇത് കണ്ട് രാജാവ് ദങ്ക് രേഖയെ ആശ്ചര്യപ്പെട്ടു. ഇത്തനെമേ, ഇങ്ങനെ രാജാവ് ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിന്നുകൊണ്ട് സമയത്ത് ഇത്തനെമേ രാജാക്കെ സാമനെ സ്വയം ഗംഗ ആക്കർ ഉപസ്ഥിത ഹോഗയി. രാജാവിൻ്റെ മുമ്പിലേക്ക് ഗംഗ വന്നു. ഗംഗാനെ യുവക്കോ അപ്പനെ പാസ് ബുലായ. ഗംഗ ആ യുവാവിനെ തൻ്റെ അടിയിലേക്ക് വിളിച്ചു. രാജാസെ ബോലി, എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജൻ പഹച്ചാന മുച്ചേ അവർ ശിവകോ, എന്നെയും ഈ കുട്ടിയെയും ഈ യുവാവിനെയും മനസ്സിലായോ? യഹി ആപ്ക ഔർ മേര ആഠ്വാം പുത്ര ദേവവ്രത്. ഇത് താങ്കളുടെയും എൻ്റെയും 8ാമത്തെ പുത്രൻ ദേവവ്രതനാണ്. മഹർഷി വസിഷ്ഠനെ ഇസേ ശിക്ഷാ ദീഹേ. മഹർഷി വസിഷ്ഠനാണ് ഇദ്ദേഹത്തിന് ശിക്ഷ നൽകിയത്. ശിക്ഷ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം. മഹർഷി വസിഷ്ഠനാണ് ഇവൻ്റെ ഗുരു. शास्त्रज्ञान में शुक्राचार्य और रणकौशल में परशुराम ही इसका मुकाबला कर सकते हैं. ശാസ്ത്രജ്ഞാനത്തിലാണെങ്കിൽ ശുക്രാചാര്യനെയും അതുപോലെ തന്നെ രണകൗശല യുദ്ധത്തിൽ പരശുരാമനും തുല്യനാണിവൻ. ജിത്തന കുശൽ യോദ്ധാഹെ, എത്രയോ കുശലനായ, കുശൽ എന്ന് വെച്ചാൽ കഴിവുള്ള ഒരു യോദ്ധാവാണോ അത്രയും. ചതുര രാജനീതിജ്ഞ പീഹെ, നല്ല ഒരു രാജനീതിജ്ഞനുമാണ് അദ്ദേഹം ഇവൻ. ആപ്ക പുത്ര, താങ്കളുടെ പുത്രൻ, മേം ആപ്കോ സൗമ്പ് രഹിഹു, ഞാൻ താങ്കളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ പുത്രനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അബ് ലേ ജായിയേ, ഇവനെ കൊണ്ടുപോയാലും. ഇസെ ആപ്കെ സാത്ത്, ഇവനെ താങ്കളോടൊപ്പം മഹലിലേക്ക്, കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയാലും. ഗംഗാനെ ദേവവ്രതക്ക മാതാ ചുമ. മാത എന്ന് വെച്ചാൽ നെറ്റി. ഗംഗ ദേവവ്രതൻ്റെ മാത, നെറ്റിത്തടം ചുംബിച്ചു. അവർ ആശീർവാദ തേക്കർ, ആശീർവാദം കൊടുത്ത് രാജാവിനോടൊപ്പം തൻ്റെ മകനെ പറഞ്ഞു വിട്ടു. ഇത്രയാണ് 1ാമത്തെ പാഠം. ഇത്രയും നല്ലതായിട്ട് പഠിക്കുക, വായിച്ച്.